നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഷ്കറിന്റെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ തുറന്നു പറഞ്ഞ് ഭാര്യ ആമിന വിവാഹം കഴിഞ്ഞത് മുതൽ ക്രൂരമായി പീഡിപ്പിച്ചു. തല ഭിത്തിയിലിടിപ്പിച്ചും അടിവയറിൽ ചവിട്ടിയും ഉപദ്രവിച്ചു. വലിച്ചിഴച്ചു കൊണ്ടുപോയും എന്നും ഭാര്യ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പിന്നെ മുഖം മണ്ടയ്ക്ക് അടിക്കും. പിന്നെ അടിക്കാൻ മാത്രമല്ല അതിൻ്റെ മൈമ്പങ്ങളും കൂടി ഉപദ്രവിക്കും. പിന്നെ അഷ്കല തലയ്ക്ക് ഒരുപാട് പ്രവേശ ബാത്റൂമിൽ കൊണ്ടുപോയി അടിച്ചും ഉപദ്രവിച്ചു. ഇങ്ങനെ നല്ല എനിക്കിടമായും പെങ്ങളും അവനും കൂടെ എനിക്കിടതൊക്കെ വിരമാണമെന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോ വയ്യ കഥവങ്ങളച്ച് മൈമ്പങ്ങളും കൂടി കയ്യങ്ങ് കൊന്തേറത്ത് പിടിച്ച് എന്നെ മൊഴി അങ്ങ് മലർന്ന്. എന്ത് പറഞ്ഞാ എങ്ങനെ ഉപദ്രവിക്കുന്നത്? സ്വർണം എനിക്കെന്താരുമെന്ന് വിചാരിച്ചു. പൈസയും പണമൊക്കെ ചോദിച്ചിരുന്നത് അത് കിട്ടുമെന്ന് വിചാരിച്ചു. അത് കിട്ടാറായപ്പോഴാണ് ബന്ധം തുടങ്ങിയത്. ഞങ്ങൾ 6 പ്രാവശ്യമാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സിജോ, എന്താണ് ഇവർ പറയുന്നത്? ഈ നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള അഷ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ക്രൂരമായ പീഡനത്തെ കുറിച്ചാണ് ഭാര്യ ആമിന വിവരിക്കുന്നത്. അവർ വിവാഹത്തിന് ശേഷം അധികം ദിവസം തന്നെ കഴിയാതെ ഈ മർദ്ദനം ആരംഭിച്ചതാണ്. പലപ്പോഴും പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. അത് അഷ്കർ മാത്രമല്ല, അഷ്കറിന്റെ ഭാര്യയും അഷ്കറിന്റെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും ചേർന്നാണ് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവരുടെ ആമിനയുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അനുഭവിച്ചിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവർ അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.